Praise the Lord. മറ്റൊരു ദിവസം കൂടി കാണുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. एक सुंदर हित दिन भी हमारा यीशु मसीह हमारे लिए प्रदान दिया, इसी कारण में मैं मसीह को धन्यवाद देता हूँ। സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും മനോഹരവുമായിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. भजन संगीता वाला ऐसा लिखा है, भाईचारों इतनी प्रेम मेल मिलाप में रहना इतनी उचित है, सौभाग्य है। നാം നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ഇന്ന് പ്രാർത്ഥനയുടെ ചില വശങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. निरंतर हम प्रार्थना में लवलीन रहते हैं। आज प्रार्थना के बारे में चंद शब्द कहना मैं चाहता हूँ। ക്രിസ്തു നമ്മെ വീണ്ടെടുത്തത് കൊണ്ട് നമുക്ക് ദൈവവുമായിട്ട് ഒരു കൂട്ടായ്മയുണ്ട്. मसीह यीशु ने हमें मोल लिया, खरीद दिया, इसी कारण में उसका साथ संबंध और प्रेम मेल मिलाप है। ആ ബന്ധത്തിന്റെ പിതാവുമായിട്ടുള്ളതായ ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അത്രേ നാം പ്രാർത്ഥിക്കുന്നത്. ये प्रेम मेल मिलाप की संबंध में हम संगति रखता है। വചനത്തിലൂടെ പിതാവായ ദൈവം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. परमेश्वर की वचन के द्वारा परमेश्वर हमारा साथ बातचीत कर रहा है। ദൈവമക്കളായിരിക്കുന്ന നാം ഈ ദൈവത്തോട് നമ്മളെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും മറ്റു മനുഷ്യരെക്കുറിച്ചും ഒക്കെ നാമും പ്രതികരിക്കുന്നു. और मसीह की आगमन के बारे में हम वो लिखे हुए वचन के आधार पर आपस में सिखाता है, सीखता है, मेल मिलाप रखता है। അപ്പോൾ നമ്മുടെ സൃഷ്ടാവായ ദൈവവുമായിട്ട് നമുക്ക് ഒരു 2-way കോൺവെർസേഷൻ ഉണ്ട്. അതാണ് പ്രാർത്ഥന. हम और मसीह का साथ इतना संबंध है, यही है हमारा प्रार्थना। നാം പ്രാർത്ഥിക്കുമ്പോഴെല്ലാം യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. हम प्रार्थना करता है, यीशु मसीह के नाम लेकर प्रार्थना करते हैं। ക്രിസ്തുവിന്റെ മധ്യസ്ഥതയിൽ അത്രേ നാം നമ്മുടെ പ്രാർത്ഥനയുടെ പ്രസക്തി എന്ന് പറയുന്നത്. और हमारा मसीह की और हमारा बिछुआई करते हैं, इसी कारण में प्रार्थना में मेल मिलाप है। പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് എത്തിച്ചേരുവാനുള്ളതായ ആ അവസരം ഒരുക്കിയത് യേശു ക്രിസ്തു അത്രയും. और पिता परमेश्वर का साथ संबंध रखने के लिए कारण बनाया है हमारा यीशु मसीह की द्वारा। എപ്പോഴും തന്നിൽ ആശ്രയിക്കുന്ന മക്കൾക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ മധ്യസ്ഥത വഹിച്ചുകൊണ്ടിരിക്കുന്നതായ ആ കർത്താവിനെ അത്രേ നാം സ്മരിക്കുന്നത്. हरेक समय और मसीह की और प्रार्थना करते ही रहने के समय हमारा हृदय मन तन मसीह की ओर लगे रहते हैं। ഒരു പൂർണ്ണതയുള്ള മനുഷ്യനായിട്ട് നമ്മുടെ ഇടയിൽ ജീവിച്ചതായ യേശുക്രിസ്തു ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. संपूर्ण रीति पर, इसका मतलब हम मानव जाति संपूर्ण नहीं, लेकिन यीशु मसीह संपूर्ण है। इसी कारण में मसीह ने हमारा साथ प्रार्थना में निरंतर लगातार प्रार्थना करते ही रहते थे। നാം ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടേതായ പ്രാർത്ഥനകള് തുടർമാനമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. हम मसीह के सामने निरंतर प्रार्थना में लवलीन रहते हैं। നമുക്കറിയാം നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന്. हमको जिन बात को जानकारी है, हमारा प्रार्थना मसीह सुन रहा है। അത് നമ്മുടെ ആവശ്യങ്ങൾ, നാം ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എത്രമാത്രം ശരിയായിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയത്തില്ല, എന്നാൽ പിതാവായ ദൈവത്തിന് അറിയാം. हमारा आवश्यकता जरूरत क्या है, हमको इतनी जानकारी नहीं, लेकिन हमारा यीशु मसीह जानता है। നമ്മുടെ ഏറ്റവും നല്ല താല്പര്യങ്ങൾ പരിഗണിക്കുന്നതായ ദൈവം നമ്മുടെ ചില പ്രാർത്ഥനകൾ അംഗീകരിച്ചു എന്ന് വരികയില്ല. हमें इतने आशा के साथ प्रार्थना करते ही रहते हैं, लेकिन कई प्रार्थना को शायद हमको जवाब नहीं मिलता होगा। ചില പ്രാർത്ഥനകൾക്ക് മറുപടി തന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം കർത്താവ് അതിലും നാം ചോദിച്ചതിലും അത്യന്തം പരമായിട്ടുള്ളതായ വലിയൊരു അനുഗ്രഹം നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് എന്നർത്ഥം. हमारा प्रार्थना को कई बातों को जवाब नहीं मिलेगा तो
उदासी ना हो, इससे भी बढ़कर कुछ बात को हम जवाब देने के लिए मसीह तैयारी है। അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെയും പിതാവിന്റെ ഹിതമനുസരിച്ച് നിറവേറ്റപ്പെടുവാൻ തക്കവണ്ണം നമ്മെ തന്നെ സറണ്ടർ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും. इसी कारण में हमारे आवश्यकता को पूरा करने के लिए अपने आप को मसीह में झुकना आवश्यकता है। നാം ഈ പ്ലാറ്റ്ഫോമിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. हम ये प्लेटफॉर्म में औरों के लिए बिछुआई होकर प्रार्थना करते हैं। നാം മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തികളോടുള്ളതായ നമ്മുടെ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. औरों के लिए हम प्रार्थना करते हैं, हम उनका साथ प्रेम की मेल मिलाप दर्शाता है। മധ്യസ്ഥ പ്രാർത്ഥനയുടെ മുഖ്യമായ ലക്ഷ്യം ദൈവനാമം മഹത്വപ്പെടുക എന്നുള്ളത് അത്രേ. बिछुआई की प्रार्थना इसकी प्रधान बात प्रेम और मेल मिलाप है। ദൈവത്തിന്റെ സന്നിധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മുടേതായ കുറവുകളും വീഴ്ചകളും ഏറ്റുപറഞ്ഞുകൊണ്ട് പാപക്ഷമയും ആവശ്യപ്പെടേണ്ടത് ആവശ്യമായിരിക്കുന്നു. और हम प्रार्थना में लवलिन रहते हैं, तब हमारा कमी खटी आवश्यकता जो कुछ बात मसीह की ओर कहना आवश्यकता है। നമുക്കറിയാം, നമ്മുടെ സകല ആവശ്യങ്ങളും അവസ്ഥകളും അറിയുന്നതായ സർവശക്തനായ ദൈവത്തോടത്രേ നാം പ്രാർത്ഥിക്കുന്നത്. हमको जिन बात के लिए जानकारी है, हमारा जिंदगी की आवश्यकता क्या है, जरूरत क्या है, वो बात मसीह की ओर प्रार्थना के साथ लगे रहते हैं. നമ്മുടെ അവസ്ഥകളെല്ലാം സൂക്ഷ്മതയോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുന്നതായ ദൈവമാണ്. हमारा अवस्था, हमारा स्थिति, हमारे बात के बारे में इतनी निर्णय के साथ जानते ही रहते हैं हमारा मसीह. അതുകൊണ്ട് ഈ ദൈവം ചില സന്ദർഭങ്ങളിൽ നാം ചിന്തിക്കാത്തതായ, നാം ആവശ്യപ്പെടാത്തതായ നന്മകളും നമ്മുടെ മേൽ പകർന്നു തരാറുണ്ട്. इसी कारण में हम मांगा नहीं, मसीह की ओर पूछा नहीं, फिर भी कई बातों को प्रभु हमारा प्रार्थना को जवाब दिया देता है. വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നമ്മുടെ ആവശ്യങ്ങളെല്ലാം പിതാവായ ദൈവത്തിന് അറിവുള്ളതാണ്. बाइबल में यही पाया जाता है, हमारे आवश्यकता को हमारा मसीह ने पूरा कर देता है. അങ്ങനെ എല്ലാം ദൈവത്തിന് അറിയാമെങ്കിൽ പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നത് ചിലരെങ്കിലും ചോദിക്കാറുണ്ട്. औरों ने ये पूछताछ करते हैं, हमारा आवश्यकता जरूरत मसीह को जानकारी है, फिर क्यों प्रार्थना करने का है. ഇങ്ങനെയുള്ളവരോട് നമുക്ക് മറുപടി പറയാനുള്ളത്, അത് ആ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ എന്തിനെ ശ്വാസോച്ഛ്വാസം നടത്തുന്നു എന്ന് ചോദിക്കുന്നതിന് തുല്യമാണ്. और ये पूछताछ करने वालों को ये बात है, हमारा श्वास उच्छ्वास क्यों करते हैं, यही है उसका अर्थ मतलब. അല്ല എങ്കിൽ നിങ്ങൾ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ന് ചോദിക്കുന്നത് പോലെ ഇരിക്കും. नहीं है, क्यों खाना क्यों खाते हैं, ऐसा पूछने वाले की नहीं है. ദൈവം തൻ്റെ മക്കൾ ദൈവത്തോട് സംസാരിക്കുന്ന പിതാവിന് ഇഷ്ടമാണ്. और मसीह आग्रह रखते हैं पिता परमेश्वर की ओर, हम प्रार्थना करते हैं, मांगते हैं, यहोवा परमेश्वर और इसमें आशा आग्रह रखते हैं. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കും, നമ്മുടെ ശബ്ദം കേൾക്കുവാൻ പിതാവിന് ഇഷ്ടമാണ്. हमारा शब्द सुनने के लिए हमारा पिता परमेश्वर इतनी इच्छुक करते हैं. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 9-10 വാക്യങ്ങൾ. लूका के सुसमाचार 9वां अध्याय उसका 8 और 10वां पद. ചാപ്റ്റർ 11 verse 9 and 10. 11वां अध्याय की 9वां पद. लूका के सुसमाचार 11वां अध्याय. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്നവൻ ഏവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. और यहां पर दिया है, और मैं तुमसे कहता हूं कि मांगो
तो तुम्हें दिया जाएगा, ढूंढो तो तुम पाओगे, खटखटाओ तो तुम्हारे लिए खोला जाएगा। क्योंकि जो कोई मांगता है उससे मिलता है, और जो ढूंढता है वह पाता है, और जो खटखटाता है उसके लिए खोला जाएगा। നാം ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് പിതാവിന് ഏറ്റവും ഇഷ്ടമാണ്. हम मसीह की ओर मांगते हैं, प्रार्थना करते हैं, यहोवा परमेश्वर वो बातों को इच्छुक है। ദൈവത്തെ അന്വേഷിക്കുന്നവരെല്ലാം ബുദ്ധിമാന്മാരെന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു. मसीह को खोने के लिए, खो जाने के लिए, और जितनों ने मन लगाता है मसीह इसमें प्रेम करते हैं। യാചിക്കുന്നവന് ഏവനും ലഭിക്കുന്നു, मांगो मिल जाएगा, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, ढूंढने वाले और उनको मिल जाएंगे, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും, खटखटाओ तो तुम्हारे लिए खोला जाएगा। ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കർത്താവായ യേശു ക്രിസ്തു നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. मसीह जिन बात के लिए निरंतर प्रार्थना करते ही रहते थे, ദൈവപുത്രനായ യേശു ക്രിസ്തുവിന് അത്രമാത്രം പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നാം മനുഷ്യരായ നാം എത്രമാത്രം പ്രാർത്ഥിക്കണം. यीशु मसीह निरंतर दिन रात इतनी ज्यादा प्रार्थना किया तो हम कितना प्रार्थना करना अनिवार्य है। യേശു ക്രിസ്തുവിന്റെ മാതൃക നാം സ്വീകരിക്കേണ്ടതാണ്. यीशु मसीह नमूना दिखाया और अंगीकार करना हमारा फर्ज है। യേശു രാത്രികാലങ്ങളില് മലമേൽ കയറി അവൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. यीशु मसीह पहाड़ पर चढ़ गया, वहां पर प्रार्थना करते ही रहा। പോൾ യംഗിച്ചോ തന്റെ സഭയിൽ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയുള്ളതായ അനേകം അത് ഹട്ടുകൾ രൂപീകരിച്ചിട്ടുണ്ട്. और पॉल योगिचो इतनी महान प्रचारक झुंड अलग कर प्रार्थना करने के लिए हुकूमत दी। തന്റെ സഭയുടെ അത്ഭുതകരമായ വളർച്ചയ്ക്ക് കാരണം ഈ പ്രാർത്ഥനയത്രേ. आश्चर्य रीति पर मंडली बढ़ने लगा, इसके कारण प्रार्थना की झुंड थे। इसी कारण में യേശു ക്രിസ്തു പ്രാർത്ഥിച്ചു എങ്കിൽ നാം എത്രയധികം പ്രാർത്ഥിക്കണം. यीशु मसीह ने ऐसा प्रार्थना किया तो हम कितना तक प्रार्थना करना अनिवार्य है। യേശു ക്രിസ്തു ഗെത്സമന തോട്ടത്തിൽ തന്റെ ഹൃദയം തകർന്നവനായി തന്റെ രക്തം വിയർപ്പ് തുള്ളികളായി തീരുന്നത് വരെയും വളരെ വില കൊടുത്തു പ്രാർത്ഥിച്ചു. और यीशु मसीह ने गेत्सेमने वाटी में जाकर घुटना टेकर प्रार्थना किया, तब उनका लोहू पसीना की नाई गिरना पड़ा। താൻ പ്രാർത്ഥിച്ചത് പിതാവേ എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം തന്നെ നിറവേറ്റപ്പെടണം എന്നായിരുന്നു. मसीह ने यही प्रार्थना की, हे यहोवा परमेश्वर, मेरा आग्रह की आधार पर नहीं, तेरी इच्छा हमारे में पूरा कर। ഈ ദൈവത്തോട് നാം ചോദിക്കുന്നത് അത് കർത്താവ് മനസ്സിലാക്കുകയും നമുക്ക് വേണ്ടി വൻകാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യും. यीशु मसीह की ओर हम प्रार्थना करते हैं, यीशु मसीह हमारा प्रार्थना सुनने के लिए आते हैं। യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ, ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് അതിന്റെ മറുപടി കിട്ടുകയും ചെയ്തു. और यीशु मसीह अपने शिष्यों को यही बात कहने लगी, मैं प्रार्थना किया, मेरे को पिता की ओर से जवाब दी, इसी रीति पर तुम भी प्रार्थना में लगे रहो। ഗെത്സമന തോട്ടത്തിൽ അതിവ്യതയോടുകൂടി യേശു പ്രാർത്ഥിച്ചപ്പോൾ തന്റെ ശരീരവും തന്റെ വസ്ത്രവും ഒക്കെയും രക്തം പുരണ്ട അവസ്ഥയിലായി തീർന്നു. यीशु मसीह ने गेत्सेमने वाटी में प्रार्थना करते ही रहते, तब इतनी रक्त से उनका वस्त्र और बैठा हुआ जगह भर गई थी। അത്ര തീവ്രമായിട്ടുള്ള ഒരു പ്രാർത്ഥന കഴിഞ്ഞപ്പോഴേക്കും യേശുവിന്റെ പ്രാണൻ അത് വളരെയധികം ദുഃഖകരമായി തീർന്നു.
इतनी गंभीर रीति पर प्रार्थना किया और प्रार्थना के पश्चात उसको वो ऐसे रीति की वेदना से भर गई थी। പ്രാർത്ഥനയുടെ ശക്തി യേശു തന്റെ ജീവിതത്തിൽ നിർണായകമായ ഘട്ടങ്ങളില്, പ്രതിസന്ധി വേളകളില് യേശു അനുഭവിച്ചു. और प्रार्थना में लगे रहते थे तब इसकी अर्थ, इसकी मदद क्या है वो अनुभव करने के लिए अवसर दी है। ചിലർ ചോദിക്കാറുണ്ട്, നിങ്ങൾ കഠിനമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്ന്. और कईयों ने ऐसा बातचीत करते इतने प्रश्न से गुजर रहा है तब तुम्हारा प्रार्थना की अर्थ मिलता है नहीं है। എന്നാൽ നാം ഓരോരുത്തരും അനുഭവിക്കുന്നതായ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും നോക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ഏറ്റവും ദുർഘടമായിട്ടുള്ളതായ, ഏറ്റവും ബുദ്ധിമുട്ടുള്ളതായ സാഹചര്യങ്ങളിലൂടെ അത്ര യേശു കടന്നു പോയത്. मानो हम इतने प्रश्नों से गुजर रहा है, हम वेदना समझते हैं, हम मसीह को देखे हैं तो उन्होंने इतने पीड़ित होकर पीड़ा में जा रहा था, इसका बारे में जानकारी दी है। യേശു അതികഠിനമായിട്ടുള്ളതായ അവസ്ഥയിലും പ്രാർത്ഥിക്കേണ്ടി വന്നു. എന്തിനു വേണ്ടി? ഈ ലോകത്തിന്റെ പാപത്തിന് പരിഹാരം ഉണ്ടായി തീരുവാൻ തക്കണം ഈ ലോക ജനതയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി അത്രേ യേശു പ്രാർത്ഥിച്ചത്. और यीशु मसीह ने इतनी वेदना सहज कर प्रार्थना किया, कारण क्या है? दुनियादारी लोगों को मसीह में लाकर उन्हों को स्वर्ग राज्य में ले जाने के लिए बिछुआई होकर प्रार्थना करते ही रहता था। എന്നാൽ ഇന്ന് യേശുക്രിസ്തു പിതാവിന്റെ സന്നിധിയിലും പിതാവിന്റെ വലത്തെ ഭാഗത്ത് സകല അധികാരങ്ങളോടും കൂടി ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് വേണ്ടി അവൻ മധ്യസ്ഥ ചെയ്യുകയും നമ്മുടെ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്യും. लेकिन आज के दिनों में यीशु मसीह पिता परमेश्वर की दाहिने की और बैठकर हमारे लिए बिछुआई की प्रार्थना करते हैं, हम कोई किसी भी नाश ना हो। നാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. हम यीशु मसीह की नाम लेकर प्रार्थना करते हैं। ആ പ്രാർത്ഥനകൾക്ക് കർത്താവ് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് മറുപടി ഉണ്ടാകും. इसी कारण में मसीह में से हमको जवाब देता है। അത് മാത്രമല്ല, കർത്താവ് നമുക്ക് ഒരു വാഗ്ദത്തം കൂടി തരികയാണ് ചെയ്യുന്നത്. केवल इतना ही नहीं, एक प्रतिज्ञा पूरा कर देता है। കർത്താവ് തരുന്നതായ വാഗ്ദത്തം എന്ന് പറയുന്നത് യാചിപ്പിൻ, ചോദിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള വാഗ്ദത്തമാണ്. ये प्रतिज्ञा की बात यही है, मांगो मिल जाएगा, നിങ്ങൾ അന്വേഷിപ്പിൻ, നിങ്ങൾ കണ്ടെത്തുമെന്ന് പറഞ്ഞു. तो ढूंढो मिल जाएगा, पाओगे। മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. അതാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നതായ വാഗ്ദത്തം എന്ന് പറയുന്നത്. खटखटाओ तो तुम्हारे लिए खोला जाएगा, यही है उनका प्रतिज्ञा। അപ്പോൾ ഈ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തം നമുക്ക് വിശ്വസിക്കുവാൻ, ഏറ്റെടുക്കുവാൻ കഴിയുമോ? ये प्रतिज्ञा अपने आप को ले सकता है या नहीं है? ഈ വാഗ്ദത്തം പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കുമായിട്ടുള്ളത് അത്രേ. ये प्रतिज्ञा प्रार्थना करने वाला सभियों के लिए है। ഇത് നമുക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ളതാണ്. കാരണം യേശുക്രിസ്തുവിന്റെ അധരങ്ങളിൽ നിന്നും ഒരു വ്യാജവും ഇതുവരെയും പറഞ്ഞിട്ടില്ല. ये विश्वास योग्य शब्द है, हमारा यीशु मसीह झूठे कहानी ना कहेंगे। അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും എന്നുള്ളതായ ആ വാഗ്ദത്തം അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. वो प्रतिज्ञा हमारे में पूरा कर देगा, ये वचन की चेतावनी है। നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും കർത്താവ് സന്നിധിയിൽ സ്വീകാര്യമത്രേ. हर एक शब्द हमारा मसीह ने स्वीकार करते हैं। എന്നാൽ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾക്ക് ലഭിക്കുന്നില്ല കാരണം നിങ്ങൾ ചോദിക്കുന്നില്ല എന്ന്. धर्मशास्त्र ये बात कहते हैं, तुमको क्यों नहीं मिलता है? मांगता नहीं
इसी कारण में मिलता नहीं। അപ്പൊ നമ്മുടെ അനവധിയായിട്ടുള്ള അനുഗ്രഹങ്ങൾ മുടങ്ങിക്കിടക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ടത്രേ. हमारे बातों को निरंतर हर बात काम कार्य रुका दिया, कारण यही है मानता नहीं है। എന്നാൽ ചിലരെ പ്രാർത്ഥിക്കുന്നുണ്ട്, അത് തെറ്റായിട്ടുള്ളതായ മോട്ടീവ്സ്, ഉദ്ദേശത്തോടു കൂടി അത്രേ ചിലരെ പ്രാർത്ഥിക്കുന്നത്. औरों ने ऐसे प्रकार मांगते हैं, प्रार्थना करते हैं, गलत शिक्षा में प्रार्थना करते हैं। ചിലർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്, ആഡംബരപൂർവം മറ്റുള്ളവരെ മുമ്പിൽ ആളാവുന്നതിന് വേണ്ടിയൊക്കെ ഉള്ളതായ വലിയ വലിയ സമ്പത്തും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് വേണ്ടി വല്ലാതെ ചോദിക്കുന്നു. और हमारे आवश्यकता की बारे में प्रार्थना नहीं करते हैं, और इतनी बड़ी महान होकर जीने के लिए उन्होंने मांगते हैं, प्रार्थना करते हैं। നമ്മുടെ മോഹങ്ങൾ കർത്താവ് പലപ്പോഴും സാധ്യമാക്കി തരികയില്ല. हमारा आग्रह को पूरा सफलता में नहीं लाते हैं। അത് ചോദിക്കുന്നത് ചില അവിടെ വിവേചനപൂർവ്വം അത്രേ കർത്താവ് നമുക്ക് ഉത്തരം തരുന്നത്. और मांगते हैं, कई बातों को हमको जवाब नहीं मिलते हैं, और बातों को जवाब देता है। ദുരുദ്ദേശത്തോടു കൂടി നാം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടില്ല. अच्छे मनभावनी बिना प्रार्थना करेगा तो उसको जवाब नहीं मिलेगा। നാം ദുരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവാൻ നമ്മോട് തിരുവചനം പഠിപ്പിക്കുന്നു. और हमारे जीवन में कष्ट, शोक, वेदना के साथ जाने के समय कई प्रार्थना को जवाब नहीं मिलते हैं। ഇസ്രായേൽ ജനങ്ങൾ പലപ്പോഴും ദൈവത്തിന്റെ വഴിവിട്ട് നടന്നപ്പോൾ ദൈവം അവരെ മറ്റ് രാജ്യങ്ങളിലേക്ക് അടിമകളായിട്ട് പിടിച്ചു കൊണ്ടുപോകാൻ അനുവദിച്ചു. इस्राएलियों ने यहोवा परमेश्वर की सन्मुख से हट गई, रहित हो गई। इसी कारण में अन्य शत्रुओं की, राज्यों की गुलाम बनकर उन्होंने प्रभु ने उनको समर्पण की है। എന്നാൽ അവരുടെ ആ കഷ്ടത്തിൽ അവർ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ മനസ്സലിഞ്ഞ് അവരെ മടക്കി കൊണ്ടുവന്നു. गलत शिक्षा में गया, लेकिन उन्होंने मसीह की और परमेश्वर की और रोने गया, गिड़गिड़ाने शुरू किया, जवाब दिया, और मसीह ने वापस लाया। പലപ്പോഴും ഇസ്രായേൽ ജനങ്ങള് അവരുടെ അധരം കൊണ്ട് അത്രയും ദൈവത്തെ സ്തുതിച്ചത് അവരുടെ ഹൃദയങ്ങളോ ദൈവത്തിൽ നിന്നും വളരെ അകന്നിരുന്നു. इस्राएलियों ने अपने ओल्ड होम से प्रार्थना करते रहते हैं, लेकिन अंधकरण से कोई भर फर्क नहीं दे। നാം ഈ വചനം കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ വിശ്വസിച്ചുകൊണ്ടാണോ പ്രാർത്ഥിക്കുന്നത്? हम जानकारी ले, हमारा परमेश्वर कहा हुआ वचन पर भरोसा और विश्वास करते हुए हम प्रार्थना करता है नहीं? നിനവയിലെ ജനങ്ങളെ കുറിച്ച് സംബന്ധിക്കുമ്പോൾ അവർക്ക് പിന്നെ ഇടം കൈയും വലം കൈയും തിരിച്ചറിയാൻ കഴിയാത്തതായ ഒരു ജനവിഭാഗമായിരുന്നു. और उसी जमाने में दाहिने हाथ और बाई हाथ जो कुछ पैर फर्क नहीं पाते हैं, ऐसी बातों में उन्होंने प्रार्थना करते ही रहा था। എന്നാൽ പ്രവാചകൻ ദൈവത്തിന്റെ അതെ അവരോടുള്ളതായ അവരെ ശിക്ഷിക്കുമെന്നുള്ളതായ ദൈവത്തിന്റെ ക്രോധത്തെ കുറിച്ച് വെളിപ്പെടുത്തിയപ്പോൾ അവർ മാനസാന്തരപ്പെട്ടു. അവർ ഉപവാസം പ്രഖ്യാപിച്ചു. അവർ തങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിച്ചു. और मसीह यहोवा परमेश्वर से पीछे हट गए हुए लोग कष्ट शोक भोगना पड़ा, तब यहोवा की ओर मुंह फिरकर प्रार्थना किया, मन लगाया। यहोवा ने हर कष्ट से उनको रक्षा किया, बचाया है। നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളും ദൈവത്തിന് നാം സമർപ്പിക്കുവാൻ തയ്യാറാകുകയാണെങ്കിൽ മുടങ്ങിക്കിടക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ പിന്നാലെ വരും. हमारे प्रार्थना सच्चाई और अनुग्रह के लिए प्रार्थना किया करेगा तो
कुछ प्रार्थना की शब्द जवाब रुक गया, बंद हो गया, तो आगे कल के दिन प्रभु ने वो बात हमारे में पूरा कर देंगे. നമ്മുടെ യോഗ്യത കൊണ്ടല്ല, മറിച്ച് തന്റെ കൃപയാൽ തന്റെ മനസ്സിലെ നിമിത്തം അത്രേ ദൈവം പലപ്പോഴും നമുക്ക് നന്മ ചെയ്യുന്നത്. हमारे योग्यता देखते हुए नहीं, हमारा मसीह ने हमारे ऊपर तरस खाते हुए अयोग्य को योग्य बना देता है. ഈ ദൈവം മഴ ഇതാണ് പാപികൾക്കും അല്ലാതെ നീതിമാന്മാർക്കും എല്ലാവർക്കും ദൈവം മഴ കൊടുക്കുന്നു. और बरसात बरसाते हैं अधर्मियों, पापियों, धार्मियों को एक में बरसात बरसा देते हैं. പരിമിതികളില്ലാതെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ തക്കവണ്ണം ഈ ദൈവത്തിന് കഴിയും. सीमा सिवा हमारा प्रार्थना सुनने के लिए मसीह हमारे लिए तैयारी है. നാം പലപ്പോഴും മാനുഷിക ബുദ്ധിയിലെ ദൈവത്തെ, ഇസ്രായേലിന്റെ പരിശുദ്ധനെ പരിമിതപ്പെടുത്താറുണ്ട്. हम हमारा सीमा डालकर यहोवा परमेश्वर को भी हम सीमा डालते हैं. ഒരു ടാക്സ് കളക്ടർ യേശുവിന്റെ അടുക്കൽ വന്നു. യേശു അവൻ പാപിയാണ് എങ്കിൽ തന്നെയും അവനെയും സ്നേഹിക്കുകയും അവനെയും ആശ്ലേഷിക്കുകയും ചെയ്തു. एक चुंगी लेने वाला एक बार मसीह की ओर आया. यीशु मसीह ने उनको त्याग नहीं किया, अपने छाती लगाकर गला लेकर चुंबन दिया और उनका साय रहने गया. യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരിക എന്ന വന്നാൽ തന്നെ അത് യേശു വിളിക്കുന്നു. യേശുവിന്റെ അരികിലേക്ക് ഒരു വ്യക്തി വരികയാണെങ്കിൽ തന്നെ അവൻ അനുഗ്രഹിക്കപ്പെടുന്നതായി മാറുന്നു. यीशु मसीह की बुलाहट सुनकर वो उनका साथ हम जाएगा तो जरूर हमारा प्रार्थना सुनते हैं, जवाब देता है. നമുക്കറിയാം, കനാന്യ സ്ത്രീക്ക് ജാതികളിൽ നിന്നുള്ളതായ കനാന്യ സ്ത്രീക്ക് ദൈവവുമായിട്ടൊരു ബന്ധമില്ല എങ്കിൽ തന്നെയും അവർ യേശുവിന്റെ അടുക്കൽ അഭയത്തിന് വേണ്ടിയും ഒരു ആശ്വാസത്തിന് വേണ്ടിയും ഒരു വിടുതലിന് വേണ്ടി വന്നു. हमें ये बात जानकारी है, ये कनानी स्त्री मसीह का साथ कोई संबंध संपर्क नहीं, लेकिन उन्होंने वो स्त्री ने मसीह को पाया, उनका साथ आया, मसीह उनका जीवन को बदल डाला. എനിക്ക് എവിടെ വിടുതൽ കിട്ടും, എന്റെ മകൾക്ക് ഒരു ഡെലിവറൻസ് ആവശ്യമായിരിക്കുന്നു എന്ന് അവൾ അന്വേഷിച്ച് നടന്നവളാണ്. और उनकी पुत्री इतनी भारी बीमार में थी, कहां से छुटकारा मिलेगा, उद्धार कैसा होगा, सोच समझ कर इतनी घूमते फिरते रहते थी वो ही स्त्री. അവൾ അന്വേഷിച്ചു കൊണ്ടിരുന്നത് യേശുക്രിസ്തുവിൽ അവൾക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞു. उन्होंने ढूंढते ही रही, ढूंढा हुआ वो मसीह को मिला, उनको चंगाई पाया. രക്തസ്രാവക്കാരിയായ യേശുക്രിസ്തു തന്റെ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യവും ഉണ്ടാകും എന്ന് അവൾ വിശ്വസിച്ചു. അങ്ങനെ ചെയ്തു. रक्त बहती जो पीड़ित थी, जो स्त्री, इनका हृदय में ये सोच विचार की, हमारा मसीह की वस्त्र को छुए तो मुझे चंगाई मिलेगा, उनको आशा ग्रहत है. അപ്പോ ഇവിടെ ഈ സ്ത്രീയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവൾ ഒരു സൗഖ്യം എവിടെ നിന്ന് കിട്ടും എന്ന് അവൾ അന്വേഷിച്ചു കൊണ്ടിരുന്നു. അവൾ അന്വേഷിച്ചത് അവൾ കണ്ടെത്തി. और उन्होंने खोते खोते जाते रहती थी, उद्धार कहाँ मिलेगा, उद्धार मिल गया है. ഇസ്രായേലിന്റെ പരിശുദ്ധനെ പരിമിതപ്പെടുത്തുന്നത് കൊണ്ട് പലപ്പോഴും നാം അത് വളരെ വളരെ ചെറിയ കാര്യങ്ങൾ അത്രേ ദൈവത്തിന് ചെയ്യുവാൻ കഴിയുള്ളൂ എന്ന് നമ്മൾ ഇങ്ങനെ വിചാരിക്കുന്നു. और यीशु मसीह की सामर्थ्य को हम छोटा सा करते हैं, इसी कारण में उनकी सामर्थ्य शक्ति को भी हम सीमा डालते हैं. നാം ആരാധിക്കുന്നതായ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ പിതാവായ ദൈവം, അത് ഈ ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ല. जो यहोवा परमेश्वर के सामने आते हैं, इसी कारण में अनुग्रह को मसीह ने
कुछ सीमा नहीं डालते हैं। അതുകൊണ്ട് കൊച്ചു കൊച്ചു കാര്യങ്ങൾ തൃപ്തിപ്പെടാതെ വലിയ കാര്യങ്ങൾ ഈ ദൈവത്തിൽ നിന്നും പ്രതീക്ഷിക്കുക. और छोटा छोटा काम कार्य के लिए सीमा ना डाले और महत्व महत्व बड़े बड़े कामों के लिए आशा के साथ आगे बढ़े। നമ്മുടെ ചുറ്റുപാടുള്ളതായ ഒരു ലോകപ്രകാരമുള്ളതായ ഒരു പ്രഭുവിന്റെ അടുക്കലല്ല നാം വരുന്നത്, മറിച്ച് രാജാവായ ദൈവത്തിന്റെ സന്നിധിയിൽ അത്രേ. और ये दुनियादारी महान की ओर हाथ लंबा करने के लिए हम नहीं जाते हैं। आकाश और पृथ्वी रचाया हुआ रचनकार की और हमारा हाथ फैलाता है। വളരെ ധനികനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. बहुत इतने धनी व्यक्ति थे। എന്നാൽ ഒരു വ്യക്തിക്ക് $20,000 ആവശ്യമായിരുന്നു. एक व्यक्ति को $20,000 की जरूरत है। എന്നാൽ ആ മനുഷ്യൻ ആ പ്രഭുവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒരു $1,000 ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. वो महान व्यक्ति के और जाके उन्होंने यही बात कहा, $1,000 मुझे आवश्यकता है। ആ പ്രഭു ആ ധനികനായ മനുഷ്യൻ അദ്ദേഹത്തോട് ചോദിച്ചു, നീ ഈ കൊച്ചു തുകയ്ക്കാണോ, ചെറിയ തുകയ്ക്കാണോ എന്റെ അടുക്കൽ വന്നത് എന്ന്. ये महान व्यक्ति धनी वाला ये आवश्यकता के लिए गए हुए व्यक्ति को ये बात पूछताछ की, ये छोटा सा धन के लिए तूने मेरे और क्यों आया है? എന്നോട് ചെറിയൊരു തുക ചോദിച്ചത് തനിക്ക് ഒരു ഇൻസൾട്ട് ആയിട്ട് തോന്നി, ആക്ഷേപമായി തോന്നി. छोटा सा संख्या पूछताछ की, ये बात धनवान व्यक्ति को ऐसे निंदा की बात हुई। അദ്ദേഹം ചോദിക്കുകയാണ്, $20,000 ആവശ്യമുണ്ടെങ്കിൽ 20,000 എന്ന് തന്നെ പറയണമായിരുന്നു. $20,000 की आवश्यकता है तो इतने मांगना चाहिए था। നിർഭാഗ്യവാനായ ആ മനുഷ്യൻ വെറും $1,000 കൊണ്ട് മടങ്ങേണ്ടി വന്നു. ये निर्भाग्यवश और ये उनका मन की आशा गलत थी, इसी कारण में $1,000 मांगते दिया और उसी में से लौट गया। നാമും പലപ്പോഴും ദൈവത്തോട് ചോദിക്കുന്നത് കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ദൈവത്തിന് ചെയ്യാൻ പറ്റത്തുള്ളൂ, വലിയ കാര്യങ്ങളൊന്നും നമ്മൾ സ്വപ്നം കാണാറില്ല, ദൈവത്തോട് ചോദിക്കാറില്ല. हम छोटा सा बात मांगते हैं, बड़ा बड़ा बात क्यों मांगता नहीं है? യാക്കോബിന്റെ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ ചോദിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന്. याकूब की पत्री में यही पाया जाता है, मांगो मिल जाएगा। പ്രിയരെ, നാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുമടക്കുന്നത് രാജാവിന്റെ മുമ്പിൽ അത്രേ. प्यारों में ये बात आपको बता रहा है, सुबह की वक्त महाराजा की ओर हमारा प्रार्थना है। നാം ദൈവത്തോട് ചോദിക്കുന്നത് മുടന്തുള്ളതായ വ്യക്തികൾ ചോദിക്കുന്നത് പോലെ ഒരു ക്രച്ചസ് കിട്ടുന്നതിന് വേണ്ടിയാണ് ദൈവത്തോട് ചോദിക്കുന്നത്. ये लगड़े व्यक्ति मांगते हैं इसी नहीं, छोटा सा बात के लिए हम मांगते हैं। നിങ്ങൾക്ക് ശക്തിയേറിയ വിങ്സ്, ചിറകുകൾ തരുവാൻ ഈ ദൈവത്തിന് കഴിയും. और सामर्थ्य पंगा देने के लिए मसीह को हो सकता है। ഈ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. यही मसीह को असंभव की कुछ बात नहीं है। അപ്പം ഈ ദൈവത്തോട് നാം ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ആയിരിക്കണം നാം ചോദിക്കേണ്ടത്. और मांगते हैं मिलेगा, लेकिन मसीह की इच्छा के आधार पर पूछेगा तो मसीह दिया जाएगा। നമ്മെ ദൈവത്തിന്റെ കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയും നമ്മെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. हाँ, मसीह की इच्छा हमारे में पूरा करने के लिए प्रार्थना में लवलित है, मसीह हमारे आग्रह को पूरा कर देगा। നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അത് നശിച്ചു പോകുന്നതായ സ്ത്രീ പുരുഷന്മാരുടെ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. विनाश की घटे में जाते हैं नर और नारी की,
जिंदगी की विनाश की गड्ढे में है, उनको बचाने के लिए हम प्रार्थना करेंगे। മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിക്കുന്നതായ, ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുന്നതായ യുവതി യുവാക്കൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. पियाकड़ और नशे में जाने वाले जवान जवानियों की उद्धार के लिए हम प्रार्थना करेंगे। അങ്ങനെയുള്ള പ്രാർത്ഥനകൾ നാം കഴിക്കുമ്പോൾ ദൈവം ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരും. കാരണം ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. इसे हम मांगे और असंभव बात तो मसीह में नहीं, मसीह हमारा बातों को सुनते हुए जवाब दिया देगा। നിങ്ങളായിരിക്കുന്ന പട്ടണത്തിന്റെ ഉണർവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? और शहर की स्वामी मालिक के लिए हम प्रार्थना करते हैं नहीं करते हैं? നാം പ്രതീക്ഷയോടുകൂടി നാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. प्रतीक्षा के साथ हमारा मसीह के सामने प्रार्थना करना उचित है। അപ്പോ അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നാം ശ്രമിക്കുന്നതിന് എത്ര അന്വേഷിക്കുക എന്ന് പറയുന്നത്. ढूंढता है और कुछ बात आगे लाने के लिए ढूंढ रहा है। അപ്പോ അന്വേഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാം ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ढूंढते हैं और अज्ञानित चीज खो जाते हैं, अज्ञानित चीज आगे लाता है, प्रकट करते हैं, इसी के लिए प्रयत्न होता है। യേശു പറഞ്ഞു, ദൈവരാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി സകലവും നൽകാമെന്ന്. यीशु मसीह ने यही बात दी, और स्वर्ग राज्य और उनके आगमन के लिए बाट जोते ही रहो, तुम्हें मिल जाएगा। നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവെ, അങ്ങയുടെ വചനങ്ങൾ അനുസരിക്കുന്നതായ ഒരു ഹൃദയത്തിനെ ഉടമയാക്കി തീർക്കണമേ എന്ന്. हम ईश्वर की ओर मांगे, प्रार्थना करें, हे होवा ये अच्छे मन भाविनी मेरे दे। प्रार्थना वही है। ഈ അർത്ഥത്തിൽ നോക്കുമ്പോൾ നാം പലപ്പോഴും അന്വേഷിക്കാറില്ല. वो हम ढूंढता नहीं है। ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കുട്ടിയെ പഠിക്കുന്നതായ ഒരു വിദ്യാർത്ഥി അവൻ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, എനിക്ക് എല്ലാ വിഷയത്തിനും എ ഗ്രേഡ് നൽകണമേ എന്ന്. एक पढ़ने वाले विद्यार्थियों यही प्रार्थना करते हैं, हर विषयों में ए ग्रेड मुझे मिल जाए। പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, അവൻ പഠിക്കുന്നില്ല. जो प्रार्थना करते हैं सही है, लेकिन पढ़ता नहीं है, അപ്പൊ അവനൊന്നും പ്രാപിക്കുവാൻ കഴിയുന്നില്ല. उनको कुछ प्राप्त नहीं कर सकते हैं। അപ്പൊ ഇവിടെ അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നതായ ഒരു ആക്ഷൻ, ഒരു പ്രവൃത്തിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. और हमारे प्रार्थना की साथ भी साथ कुछ अनुभव में लाना चाहिए। അത് ദൈവവചനത്തിന് വിധേയപ്പെട്ടുകൊണ്ട് അനുസരിക്കുവാൻ നാം തയ്യാറാകാത്തിടത്തോളം കാലം നാം പ്രാർത്ഥനയിൽ അന്വേഷിക്കാത്തവരത്രേ. और हम प्रार्थना करते हैं लेकिन ढूंढता नहीं है। അതുകൊണ്ടായിരിക്കാം പലപ്പോഴും ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ഇന്നും അത് മറുപടിയില്ലാതെ അവശേഷിക്കുന്നത്. इसी कारण में शायद होता है कुछ बातों को जवाब नहीं मिलता है, कारण यही होगा। പിന്നെയും യേശു പഠിപ്പിച്ചത് മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും എന്ന്. यीशु मसीह ने यह वचन सिखाया, खटखटाओ तुम्हें खोला जाएगा। വളരെ എൻജോയ് ചെയ്തുകൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയും സഹിഷ്ണുതയോടുകൂടി പ്രാർത്ഥിക്കണമെന്ന് യേശു പഠിപ്പിച്ചു. यीशु मसीह ने हमें ऐसे सिखाया, धीरता से हम प्रार्थना करते ही रहो, तुम्हें मिल जाएगा. നമ്മുടെ യാചന എന്ന് പറയുന്നതും അന്വേഷണം എന്ന് പറയുന്നതും അതുപോലെ മുട്ടുക എന്ന് പറയുന്നതും നിരന്തരമായിട്ട് നാം ദൈവത്തിന്റെ സ്നേഹിൽ പ്രാർത്ഥിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. प्रार्थना और अवलिन रहना, मांगना एक थोड़ा सा समय के लिए नहीं, निरंतर प्रार्थना करते ही रहे. നാം മുട്ടിക്കൊണ്ടേയിരിക്കണം. वो खटखटाते ही रहो. നാം ഒരു വീടിന്റെ മുമ്പിൽ ചെന്ന് പിന്നെ അവിടെയുള്ള ആരെങ്കിലും നമുക്ക് കാണണമെങ്കിൽ അവരുടെ വീട്ടിന്റെ വാതിൽക്കൽ നിന്ന് നാം മുട്ടിക്കൊണ്ടേയിരിക്കും. ये
घर की आंगनों में हम जाते हैं, वहां बाहर खड़ा है, वो लोग घर खोल कर देना चाहता है तो हम खटखटाना चाहिए। എൻ്റെ വീട്ടിലെ കോളിംഗ് ബെല്ല് ചിലപ്പോഴൊക്കെ പ്രവർത്തിക്കാത്തത് കൊണ്ട് ഇവിടെ വരുന്നതായ വിസിറ്റേഴ്സ് വളരെ നേരം അവിടെ ഗേറ്റിൽ മുട്ടിക്കൊണ്ടേയിരിക്കും. और ये हम पास्टर साहब की घर की बाहर कोई किसी ने आते हैं और घर घंटी बचाता नहीं कुछ कारण के लिए, लेकिन सुनना होगा सोचकर उन्होंने बाहर है लेकिन सुना नहीं है। ആരെങ്കിലും ഡോറിന്റെ സമീപത്ത് വരുന്നത് വരെയും അവർ മുട്ടിക്കൊണ്ടേയിരിക്കും. और दरवाजा खोलने तक उन्होंने खटखटाता ही रहते हैं। അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധ ദൈവത്തിലേക്ക്, ദൈവത്തിന്റെ ശ്രദ്ധ നമ്മിലേക്ക് തിരിയുന്നത് വരെയും നാം നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. और हम खटखटाता है, मसीह सुनता है, सुनने तक, जवाब मिलने तक खटखटाते ही रहो। എന്നാൽ ഈ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ നമ്മുടെ കുറവുകൾ നോക്കാതെ വണ്ണം നമ്മെ ഇന്നും പരിപാലിച്ചു കൊണ്ടേയിരിക്കുന്നു. और यीशु मसीह ने हमारा कमी कटी को नहीं देखते हैं, निरंतर हमको देखते जागते रहते हैं। മടിപ്പ് കൂടാതെ പ്രാർത്ഥിക്കുവാൻ യേശു നമ്മെ പഠിപ്പിച്ചു. उदासी होकर प्रार्थना नहीं करना, आग्रह से जागते हुए प्रार्थना करते ही रहो। നമ്മൾ പ്രാർത്ഥിക്കുന്നവരെന്ന് അവകാശപ്പെടുന്നുവെങ്കിലും പലപ്പോഴും നമ്മുടെ പല പ്രാർത്ഥനാ വിഷയങ്ങളും വഴിയിൽ വെച്ച് നമ്മൾ അത് മുടക്കിയിട്ട് മിടുക്കന്മാരായിട്ടിരിക്കുന്ന ആളുകൾ അത്രേ. हम परमेश्वर की इच्छा के आधार पर प्रार्थना नहीं करते हैं, इसी कारण में बहुत सारे प्रार्थना को जवाब नहीं मिलता है। നിങ്ങളുടെ ഭർത്താവിന്റെ മാനസാന്തരത്തിന് വേണ്ടി നിങ്ങൾ വളരെയധികം പ്രാർത്ഥിച്ചു. आपकी पति की मन बनावट के लिए बहुत सारे समय निरंतर प्रार्थना करते होगा। അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളിൻ്റെതായ മാനസാന്തരത്തിന് വേണ്ടി വളരെ നാൾ നിങ്ങൾ പ്രാർത്ഥിച്ചു. और प्रियों की मन बनावट के लिए बहुत सारे प्रार्थना किया होगा। എന്നാൽ ഒരു സ്റ്റേജ് വന്നപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയിൽ മടുപ്പുള്ളവരായിട്ട് ആ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തില്ല. और हमारा प्रार्थना को जवाब नहीं मिला, इसी कारण में और उदासी हो गया, प्रार्थना बंद कर दिया। പിശാച് നിങ്ങളുടെ ഉള്ളിൽ മന്ത്രിക്കും, ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല, അത് സമയം നഷ്ടപ്പെടുത്താതെ പ്രാർത്ഥന അവസാനിപ്പിക്കുവാൻ പിശാച് നമ്മെ പ്രേരിപ്പിക്കാം. शैतान ने हमारा मन में ऐसा गलत शिक्षा डालते हैं, इतने वर्ष तक प्रार्थना करते ही रहा था लेकिन जवाब नहीं मिला, तुम उदासी हो जाओ कहला जाता है। എന്നാൽ യേശു നമ്മെ പഠിപ്പിച്ചത് മുട്ടിക്കൊണ്ടേ ഇരിക്കുവിൻ എന്നത്ര. यीशु हमें यही बात सिखाया, खटखटाता ही रहो। എന്നാൽ ഇപ്പോൾ കർത്താവ് നമ്മോട് പറയുന്നത് അങ്ങനെ അത് മുടക്കം വന്നതായ ആ പ്രാർത്ഥനാ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇന്നു മുതൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാവുകയാണെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. प्रार्थना किया, जवाब नहीं मिला, और आज की वचन चेतावनी देता है, वो रुकावट आया हुआ प्रार्थना के शब्द को आज से लेकर वापस लाकर प्रार्थना करते ही रहो। നാം മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുകയാണെങ്കിൽ അവിടെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും എന്നുള്ളതിന് യേശു ചില സ്നേഹിതന്മാരുടെ ഒരു ഉപമ പറഞ്ഞു. और कुछ बातों के लिए निरंतर प्रार्थना करते ही रहेगा तो और रुका हुआ चीज को, बातों को जवाब देगा। यही बात यीशु मसीह दृष्टांत के साथ हमें बताया है। യാത്ര ചെയ്ത് വളരെ പരിശീലിതനായി വന്നതായ ഒരു 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 മനുഷ്യൻ അവന്റെ സ്നേഹിതന്റെ അടുക്കലേക്ക് ചെന്നു. തനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും വേണമെന്ന് ആവശ്യപ്പെട്ടു. यात्रा में मुसाफरी में थे, एक व्यक्ति उनका सहे की ओर जाकर कहा, भूख मिटाने के लिए मुझे को खाने के लिए कुछ दे।
എന്നാൽ അവന്റെ പക്കൽ ഒന്നുമില്ലാത്തത് കൊണ്ട് വേറൊരു സ്നേഹിതന്റെ അടുക്കലേക്ക് ഇവർ പോയി. और उनको खिलाने के लिए उनका साथ कुछ उपाधि नहीं थे, और दूसरा एक दोस्तीदारों की घर की ओर गया. അവർ അവന്റെ വീട്ടിൽ പോയിട്ട് അവന്റെ വാതിൽക്കൽ മുട്ടിക്കൊണ്ടേയിരുന്നു. और दोस्तीदार की घर की ओर जाकर दरवाजा में खटखटाते ही रहा था. അർദ്ധരാത്രിയാണ്, അസൗകര്യമാണ്, ഒന്ന് ശല്യപ്പെടുത്താതെ പോകണമേ എന്ന് അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. और अर्धरात्रि में है, मुझे को मुसीबत में नहीं डाले तो जाओ, दे नहीं सकता है, वो दोस्तीदार ने कहा है. എന്നാൽ നിരന്തരമായിട്ട് അവനെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നത് കൊണ്ട്, മുട്ടിക്കൊണ്ടേ ഇരുന്നത് കൊണ്ട് അവൻ അവസാനം എഴുന്നേറ്റ് വന്ന് അവന് അത് ബ്രെഡ് കൊടുക്കുന്നതിനിടയായി തീർന്നു. और निरंतर खटखटाते हैं, मांगते हैं, देगा नहीं कहा, फिर भी इन्होंने इतनी खटखटाता कारण में उठकर जितना चाहिए इतना दिया है. അപ്പോ ഈ മനുഷ്യൻ ഒരു ഒരു നല്ല സ്വഭാവമുള്ള മനുഷ്യനല്ല, ഒരു വിരക്തി ഉള്ളതായ ഒരു മനുഷ്യനാണ്. എങ്കിലും അവൻ എഴുന്നേറ്റ് വന്ന് മുട്ടിക്കൊണ്ടേയിരുന്നത് കൊണ്ട്, ശല്യം സഹിക്കാൻ വയ്യാതെ വന്നതുകൊണ്ട് അവന് വേണ്ടത് കൊടുത്തു. अच्छे भले भक्ति से रहने वाला दोस्तीदार नहीं, फिर भी निरंतर खटखटाते हैं, इसी कारण में उठकर जितना चाहिए इतना दिया है. ഇത്രയും നിർദ്ദയനായ ഈ മനുഷ്യൻ ഇങ്ങനെ അവസാനം കൊടുക്കുവാൻ തയ്യാറായി എങ്കിൽ സ്നേഹസമ്പന്നനായ കർത്താവിനോട്, ദയാലുവായ കർത്താവിനോട് നാം പ്രാർത്ഥിക്കുമ്പോൾ എത്രയധികം നമുക്ക് വേണ്ടി അവൻ അനുഗ്രഹങ്ങൾ പകർന്നു തരും എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ये कठोर मनुष्य की ओर मांगा, खटखटाया, उन्होंने उठकर इतना दिया. ऐसा होवे तो दयावंत दयालु मसीह की ओर मांगेगा तो मसीह जवाब दिया देता है. ഈ എന്താണ് ഉപമയിലൂടെ യേശു നമ്മെ പഠിപ്പിച്ചത്, നാം സർവശക്തനായ ദൈവത്തിന് മുമ്പിലും അത് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവൻ നിശ്ചയമായിട്ടും നമുക്ക് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ये दृष्टांत क्यों कहलाया? मांगो मिल जाएगा, खटखटाओ खुल जाएगा, ये बात यहाँ पर दिया गया है. പ്രാർത്ഥിക്കുമ്പോൾ സഹിഷ്ണുതയോടുകൂടിയും പ്രത്യാശയോടുകൂടിയും ഉത്സാഹത്തോടുകൂടിയും നാം പ്രാർത്ഥിക്കണം. हम प्रार्थना करें उत्साहित होकर, जागते हुए, इतने चिल्ला चिल्लाकर प्रार्थना करो, जवाब मिल जाएगा. യേശുക്രിസ്തു നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്, പ്രാർത്ഥിച്ചാൽ മറുപടി നൽകാമെന്ന്. यीशु मसीह ने प्रतिज्ञा की, तुम मांगो मिल जाएगा. അപ്പം നാം എന്തുകൊണ്ട് ഇങ്ങനെ എന്താണ് ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയും വളരെ താമസിക്കുന്നതായിട്ട് നാം കാണാറുണ്ട്. हम मांगते हैं, प्रार्थना करते हैं, जवाब मिलने के लिए देरी हो जाते हैं. അത് ചിലപ്പോഴൊക്കെ എന്താണെന്ന് വെച്ച് കഴിയുമ്പോൾ ഈ ദൈവം തരുന്നതായ നന്മയും നാം അത് ഗൗരവമുള്ളതായിട്ട് ഒരു വലിയ കാര്യമായിട്ട് നാം വില കൊടുത്ത് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. हम मोल ले, खरीदने ले, मांगो, जानते हुए करो, प्रार्थना करो, मांगो मिल जाएगा. ഇപ്പോൾ നമുക്ക് എപ്പോഴും ഓർമ്മ വരും, ഞാൻ വില കൊടുത്ത് ഉപവസിച്ച് അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ അത് മടുത്തു പോകാതെ വർഷങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ട് എനിക്ക് കർത്താവ് തന്നതായ ദാനമാണ്, അനുഗ്രഹമാണ് എന്ന്. ചിലർക്കൊക്കെ കുഞ്ഞുങ്ങളെ വളരെ വൈകിയായിട്ടാണ് ലഭിക്കാറുള്ളത്. അവർ എന്താണ് നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നതിന്റെ ഫലമായിട്ട് അനേക വർഷങ്ങൾ, 10-15 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷവും അവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. और पारिवारिक जीवन में किसी को संतान नहीं है, लेकिन 10, 12, 15 वर्ष तक निरंतर प्रार्थना करते ही रहते हैं, परमेश्वर ने
उनको संतानों को देता है। ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണുനീരൊഴുക്കി ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി അനേക വർഷങ്ങൾ കാത്തിരുന്ന് ലഭിക്കുന്നതായ ആ നന്മയെ ഒരിക്കലും അവർക്ക് മറക്കുവാൻ കഴിയില്ല. मसीह के सामने आंसू बहाकर उपवास और प्रार्थना में ल्यावलिन रहते हैं और उड़ना टेकते हैं। मसीह हमारा प्रार्थना त्याग नहीं करेंगे। അതുകൊണ്ട് കർത്താവ് തരുന്നതായ ആ നന്മയെ, ആ അനുഗ്രഹത്തെ നാം വിലമതിക്കുന്നതിന് വേണ്ടി കർത്താവ് ചിലപ്പോഴൊക്കെ താമസം വരുത്താറുണ്ട്. मसीह हमें दिया देता है दिखाने के लिए। मसीह की जवाब मिलने तक उनका चरणों पर बैठना आवश्यकता है। പിന്നെ ചിലപ്പോഴൊക്കെ നിരുത്തരവാദപരമായിട്ട് നമ്മൾ പെരുമാറാറുണ്ട്. हमें इतनी जिम्मेदारी नहीं लेते हुए उदासी होकर जीवन में जाते हैं। ദൈവത്തിന്റെ ഹൃദയത്തിന് അനുരൂപമായിട്ട് നമ്മുടെ ഹൃദയങ്ങളെയും നാം സമർപ്പിക്കുന്നത് വരെയും ചിലപ്പോൾ പ്രാർത്ഥനകൾക്ക് ഡിലേ ഉണ്ടായി വന്നേക്കാം. आम और मसीह के साथ मेल मिलाप में कुछ रुकावट गिरेगा तो प्रार्थना को जवाब नहीं मिलता है। മറ്റൊരു കാരണം, പ്രാർത്ഥനയുടെ മറുപടി കിട്ടുന്നതിന് താമസമായിരിക്കുന്നത് മറ്റൊരു കാരണം എന്ന് പറയുന്നത്, കർത്താവ് നമ്മെ സൂക്ഷ്മതയോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നാം അവനിൽ വിശ്വസിക്കുമോ, നാം നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമോ, അവനോട് വിശ്വസ്തത പുലർത്തുമോ എന്ന് ആരാഞ്ഞറിയുവാൻ തക്കവണ്ണം ദൈവം കാലവിളംബം വരുത്തുന്നു. और हमारा जीवन में यही बात है, हम निरंतर प्रार्थना करते ही रहते हैं, पीछे हट जाते हैं, पीछे की मोड़ जाते हैं, विश्वासियों की रहते हैं इत्यादि बात काम कार्यों को परखने के लिए हमारा प्रार्थना को कई बार जवाब नहीं मिलता। അതുകൊണ്ട് കർത്താവ് നമ്മെ ഇന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്, യാചിക്കുന്ന ഏവനിൽ ലഭിക്കുന്നു. आज स्मरण दिलाता है, मांगो मिल जाएगा, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, और ढूंढने वालों को मिल जाएगा, മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. खटखटाओ तो तुम्हारे लिए खोला जाएगा। ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ये वचनों से यीशु मसीह हमें अनुग्रह आशीर्वाद दिया दे। आमीन।